എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്നേഹപൂർവ്വം വൃന്ദാവനത്തിലേക്ക് സ്വാഗതം. ഇനി നമുക്ക് 2024 മെയ് മാസത്തിലെ വ്യാഴമാറ്റത്തില് രേവതി നക്ഷത്രക്കാരുടെ ഫലം എങ്ങനെയുണ്ടെന്ന് നോക്കാം അല്ലെ. പൊതുവിൽ ജനസമ്മതി നേടുന്ന ഒരു വർഷമായിരിക്കും. ആഗ്രഹങ്ങള് ഒക്കെ നമുക്ക് പൂർത്തീകരിക്കാൻ പറ്റുന്ന, അല്ലെങ്കിൽ നമ്മുടെ ആഗ്രഹങ്ങളൊക്കെ കുറെ സക്സസ് ആക്കാൻ പറ്റുന്ന വർഷമായിരിക്കും. വീട്, വാഹനം, അല്ലെങ്കിൽ ആഡംബരമുള്ള ലൈഫ്, ഒരു റിച്ച് ആയിട്ടുള്ള ലൈഫ്, ഇതൊക്കെ നമുക്ക് സ്വായത്തമാക്കാൻ പറ്റുന്ന വർഷമാണ്. ബിസിനസ് പരമായ കാര്യങ്ങളിലൊക്കെ നിൽക്കുന്നവർക്ക് ബിസിനസ്സിൽ നിന്ന് ധനപ്രാപ്തി ഉണ്ടാവാനുള്ള യോഗമുള്ള വർഷമാണ്. അതുപോലെ പങ്കാളികളുമായിട്ടൊക്കെ അകന്ന് നിൽക്കുന്നവർക്ക് ഒത്തുചേരാനുള്ള യോഗങ്ങൾ ഉണ്ടാവാനുള്ള വഴികളൊക്കെ ഒരുങ്ങി വരാൻ സാധ്യതയുണ്ട്. മാനസികമായിട്ട് കുറെ അധികം ടെൻഷനും സങ്കടങ്ങളും വിഷമങ്ങളൊക്കെ ഉണ്ടായിരുന്നില്ലേ, അതൊക്കെ പൊതുവിൽ അങ്ങ് മാറിയിട്ട് നല്ല രീതിയിൽ ജീവിതത്തെ സക്സസ് ആക്കാൻ പറ്റുന്ന വർഷമാണ്. എന്നാലും ഇടയ്ക്കിടയ്ക്ക് നമുക്ക് ഇങ്ങനെ ആരോപണങ്ങൾ വന്നുകൊണ്ടിരിക്കും. അതങ്ങ് വിട്ടുമാറാത്ത രീതിയിൽ എന്ത് ചെയ്താലും എന്ത് കാര്യങ്ങൾ ചർത്തിയാലും അതിനെല്ലാം കുറ്റപ്പെടുത്തലുകൾ നമുക്ക് കേൾക്കേണ്ടതായിട്ട് വരും. സമാധാനം ഇല്ലാത്ത ഒരു അന്തരീക്ഷം എന്ന് വേണം നമുക്ക് പറയാൻ പറ്റും. അതുപോലെ സന്താനങ്ങളെ കുറിച്ചൊക്കെ ഓർത്ത് നിങ്ങൾ വല്ലാത്ത വേവലാതിയുള്ള ഒരു അവസ്ഥയായിരിക്കും. പൊതുവിൽ സമാധാനം ഇല്ലെങ്കിലും സന്തോഷം ഇല്ലെങ്കിലും മറ്റുള്ളവരുടെ മുമ്പിൽ അത് കാണിക്കാതെ വളരെ സന്തോഷത്തോടുകൂടി പിടിച്ചു നിൽക്കുന്നവരായിരിക്കും. ജനസമ്മതിക്കൊക്കെ പറ്റുന്ന വർഷമാണ്. അംഗീകാരം, നേതൃഗുണം, അല്ലെങ്കിൽ ഏർപ്പെടുന്ന കാര്യങ്ങളിലൊക്കെ, നമ്മൾ ഇറങ്ങുന്ന കാര്യങ്ങളിലൊക്കെ നേതൃപാടവം നമ്മുടെ കയ്യിലെത്തുക, ജനങ്ങളെ അംഗീകരിക്കുക, നമ്മുടെ അല്ലെങ്കിൽ കുഴപ്പമില്ല, കഴിവുള്ള ഒരു നേതാവാണെന്നൊക്കെ പറയുന്ന ഒരു വർഷമായിരിക്കും. എന്നാലും മറുപക്ഷത്തു നിന്ന് നമ്മളെ മറിച്ചിടാനുള്ള ആൾക്കാർ ഉണ്ടാവുമെന്ന് കരുതലോടെ ഇരിക്കണം കേട്ടോ. എപ്പോഴും നമ്മൾ ഗുണം മാത്രം കിട്ടും എന്ന് വിചാരിക്കരുത്. ഒരു ഗുണം ഉണ്ടെങ്കിൽ അതിനൊപ്പം ദോഷം ഉണ്ടെന്ന് വിചാരിക്കണം. അപ്പൊ അതുകൊണ്ട് ഒരു ഗുണം പറയുമ്പോൾ 9 ദോഷം പുറകെ ഉണ്ടെന്ന് ചിന്തിക്കുക. അപ്പൊ നമുക്ക് അതിനുള്ള പരിഹാരവും കിട്ടും. അപ്പോൾ എന്തൊരു കാര്യത്തിനെയും ദീർഘവീക്ഷണത്തോടെ മുൻകൂട്ടി കാണുന്നവർ തന്നെയാണ് നിങ്ങൾ. എന്നാലും ദീർഘവീക്ഷണത്തോടെ മുൻകൂട്ടി കണ്ടുകൊണ്ട് മുന്നോട്ട് പോയാൽ ജീവിതത്തിൽ ഒരുപാട് നേട്ടങ്ങൾ കരസ്ഥമാക്കാൻ പറ്റും. അതുപോലെ ഗ്രഹം ഓടി പിടിപ്പിക്കുന്നതിനൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് അതിന് പറ്റുന്ന വർഷമാണ്. ജോലി സംബന്ധമായിട്ടൊക്കെ വിജയം ആഗ്രഹിക്കുന്നവർക്ക്, അല്ലെങ്കിൽ അതിലൊക്കെ നമ്മൾ നിന്നവർക്ക് അതിനൊക്കെ വിജയിക്കാൻ പറ്റുന്ന സമയമാണ്. എന്നിരിക്കലും ജോലി നഷ്ടത്തിനുമുള്ള യോഗമുണ്ടെന്നും കൂടി നമ്മുടെ മനസ്സിൽ ഒരു ഓർമ്മയുണ്ടാവണം കേട്ടോ. പൊതുവിൽ നമ്മൾ എപ്പോഴും സന്തോഷമുള്ളവരും സമാധാനമുള്ളവരുമായിട്ടിരിക്കാൻ ശ്രമിക്കുക. എപ്പോഴും ജീവിതത്തിന് കുറെ പ്രശ്നങ്ങൾ, അല്ലെങ്കിൽ മാനസികമായിട്ട് ഒരിക്കലും ഒരു സമാധാനം ഇല്ലാത്ത ഒരവസ്ഥയായിരിക്കും. എപ്പോഴും നമ്മൾ ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ ചിന്തിച്ച് വിഷമിക്കുന്ന ഒരു സിറ്റുവേഷൻ ആയിരിക്കും കേട്ടോ. അതുപോലെ ഉറക്കമില്ലാത്തൊരവസ്ഥ, നമുക്ക് കിട്ടുന്ന ഉറക്കം വരില്ല എന്ന് നമ്മൾ പറയില്ലേ, അങ്ങനെയുള്ള എന്തെങ്കിലുമൊക്കെ ചെന്ന് പുലിവാല് പിടിച്ചിപ്പോ നമ്മുടെ കാര്യമായിരിക്കും മറ്റുള്ളവരുടെ കാര്യമായിരിക്കും ചെന്ന് പുലിവാല് പിടിച്ച് ടെൻഷൻ അടിക്കുന്ന ഒരവസ്ഥയും കൂടി നിങ്ങൾ ഇതിനകത്ത് ഉണ്ടാക്കും. അതൊക്കെ ഒന്ന് മാറ്റി വെച്ചിട്ട് നമ്മൾ കുറച്ച് നല്ല രീതിയിൽ പോസിറ്റീവായിട്ട് ചിന്തിച്ച് നമ്മുടെ കാര്യങ്ങൾക്ക് കൂടുതൽ മുൻഗണന കൊടുത്ത് മുന്നോട്ട് ഇറങ്ങിയാൽ വലിയ പഴികേൾക്കുള്ള ദുഷ്പൊന്നും കേൾക്കാതെ നമുക്ക് സക്സസ് ആയിട്ട് അങ്ങ് പോകാൻ പറ്റും. അംഗീകാരങ്ങൾ, പുരസ്കാരങ്ങളൊക്കെ ഉണ്ടാവും. സ്ഥാനമാനം, ജനമധ്യത്തിൽ ബഹുമതി, മാന്യത ഒക്കെ ഉണ്ടാവാനുള്ള യോഗമുണ്ട്. ആ കൂടെ കുഞ്ഞു ചിത്തപ്പേരുകൾ ഉണ്ടാവാനുള്ള സാധ്യത മുന്നിലുണ്ടെന്ന് തള്ളിക്കളയരുത് കേട്ടോ. പൊതുവിൽ നല്ല സ്വഭാവത്തിനുടമകളായിരിക്കും, നല്ല മനസ്സിനുടമകളായിരിക്കും. എന്നാലും എപ്പോഴും നമുക്ക് എപ്പോഴും സമ്മർദ്ദങ്ങളും സങ്കടങ്ങളും വിഷമങ്ങളും ആയിരിക്കും നമുക്ക് എപ്പോഴും പുറകെ വരുന്നത്. എന്തുപകാരം ആർക്ക് ചെയ്താലും അതെല്ലാം കെണിയായിട്ട് പുറകെ വരികയാണല്ലോ ഭഗവാനേന്ന് ചിന്തിക്കണ അവസ്ഥകൾ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. അതിനെയൊന്നും നമ്മൾ വകവെക്കണ്ട, അതിനൊക്കെ നമ്മൾ വിട്ടുകളഞ്ഞേരെ. അതൊക്കെ നമുക്ക് ഒന്നും ലൈഫിൽ ഒരു ചുക്ക് ചെയ്യാൻ പറ്റില്ല എന്നങ്ങനെ ചിന്തിച്ചാൽ ഒന്നും ആവില്ല. നമ്മൾ നല്ല രീതിയിൽ സക്സസോട് കൂടി മാത്രം മുന്നോട്ട് പോകാൻ ശ്രമിക്കുക കേട്ടോ. പിന്നെ കുടുംബത്തിൽ സ്വസ്ഥത, മനസ്സുഖം, ധനനേട്ടം, സാമ്പത്തികമായ പുരോഗതി, കുടുംബാംഗങ്ങൾ തമ്മിലുള്ള ഐക്യം, സ്നേഹം, സന്തോഷം, ഇവയൊക്കെ ഉണ്ടാവാനുള്ള യോഗമുണ്ട്. അത് നമ്മളും കൂടി ഒന്ന് ശ്രമിച്ചാൽ അതൊക്കെ എത്തിപ്പിടിക്കാവുന്ന കാര്യങ്ങളേ ഉള്ളൂ. വീട്ടില് പങ്കാളികൾ തമ്മിലൊക്കെ ഒരു പ്രശ്നം ആവാതിരിക്കാൻ സൂക്ഷിക്കുക. സംസാരങ്ങൾ, ചെറിയ സംസാരം വലിയൊരു പ്രശ്നത്തിലേക്ക് പോയി അതൊരു വലിയ ഇഷ്യൂ ആയി മാറാതിരിക്കാൻ വേണ്ടി നമ്മൾ വളരെ കെയറിങ്ങോട് കൂടി ശ്രദ്ധിക്കുക കേട്ടോ. അതുപോലെ ദേഷ്യമൊക്കെ ഒന്ന് കുറച്ച് വെക്കണം. പെട്ടെന്ന് ദേഷ്യപ്പെടുന്ന പ്രകൃതമായിരിക്കും. ആ ദേഷ്യം നമുക്ക് ഒരുപാട് അവസരങ്ങൾ നഷ്ടമാക്കാനുള്ള സാധ്യത ഉണ്ടാവും. പെട്ടെന്ന് നമ്മൾ പ്രതികരിക്കും. ആ പ്രതികരണവും നമ്മുടെ അവസരങ്ങളെ തട്ടിക്കളയാനുള്ള സാധ്യതയുണ്ട് കേട്ടോ. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മളൊന്ന് കെയർ ചെയ്യണം. അതുപോലെ കുടുംബ അംഗങ്ങളോടും മിത്രങ്ങളോടും നമ്മുടെ സ്നേഹിതരോടൊക്കെ അഭിപ്രായ ഭിന്നത വരാനും കലഹം ഉണ്ടാവാനും ഒക്കെയുള്ള യോഗമുണ്ട്. അത് ശ്രദ്ധിക്കണം, സൂക്ഷിക്കണം. വാക്കുകൾ വളരെ സൂക്ഷിച്ച് മാത്രം നമ്മൾ ഉപയോഗിക്കുക. വാക്കുകൾക്ക് ഭയങ്കരമായ
എന്താ പറയാ, ആയുധത്തെക്കാൾ മൂർച്ചയുണ്ടെന്നാ പറയാ. അപ്പൊ അതുകൊണ്ട് അത് വളരെ സൂക്ഷിക്കണം കേട്ടോ. അപ്പൊ നമ്മൾ അങ്ങനെ അധികം സംസാരിക്കേണ്ട അവസരങ്ങളിൽ നിന്ന് ഒഴിവായി മാറുക. നമ്മൾ ഒഴിഞ്ഞു മാറിയിട്ട് നമ്മുടെ പുറകെ വന്നാൽ ചിലപ്പോൾ നമ്മൾ പ്രതികരിച്ചെന്നിരിക്കും. കാരണം എന്താ, പിന്നീട് നമ്മളത് ആ ഒരു ഇത് എന്താ മാറ്റിയ രീതിയിൽ തന്നെ നമുക്ക് അങ്ങനെ ചിന്തിച്ചാൽ മാത്രമേ അത് അങ്ങനെ സംസാരിക്കാൻ നിങ്ങൾ നിൽക്കാവുള്ളൂ. അല്ലെ നിങ്ങൾ സംസാരിക്കാൻ നിൽക്കാതിരിക്കുക. കാരണം ചിലപ്പോൾ നമുക്ക് അറുത്ത് മുറിച്ച് പറയേണ്ടതായ കാര്യങ്ങളൊക്കെ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ അതിന് സംയമനം പാലിക്കുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന പ്രതിവിധി. അത് നമ്മുടെ ഈ വ്യാഴത്തിന് മാത്രം നമുക്ക് കുറ്റം പറയാൻ പറ്റില്ല. പൊതുവിൽ നമ്മുടെ എതിർപക്ഷത്ത് നിൽക്കുന്നവരുടെയും ഒരു രീതി കൊണ്ടാവാം കേട്ടോ അങ്ങനെ വരിക. അപ്പൊ നമ്മൾ മാത്രം ഒരു പ്രശ്നം, ഇപ്പൊ ഒരു കൈ മാത്രം കൂട്ടിയടിച്ചാലോ ശബ്ദം കേൾക്കില്ലല്ലോ. അപ്പൊ നമ്മളെ കൊണ്ട് അവർ പറയിപ്പിക്കാൻ ശ്രമിക്കുന്നത് കൊണ്ടായിരിക്കുമല്ലോ നമ്മൾ അങ്ങനെ പറയേണ്ട വരുന്നത്. അപ്പൊ നമ്മൾ മാത്രം കുറ്റക്കാരെന്നല്ല. അപ്പൊ അങ്ങനെയുള്ള അവസരങ്ങളിൽ നമ്മൾ ഒഴിവായി നിൽക്കുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന സേഫായ. മറ്റുള്ളവരുടെ കാര്യത്തിൽ അധികം തലയിടാതിരിക്കുക, അതാണ് സക്സസ് ആവാൻ പറ്റുന്ന ഏറ്റവും നല്ല ഒരു ഫോർമുല ഈ വർഷം. പിന്നെ വിദേശ യാത്രയ്ക്കൊക്കെ യോഗമുണ്ട്. ആ വിദേശത്ത് പോകാൻ ശ്രമിക്കുന്നവരൊക്കെ അതിനുവേണ്ടി ഒന്നും കൂടെ സക്സസ് ആയിട്ട് അങ്ങ് ഇറങ്ങി വിജയിച്ച് പോകാവുന്നതേ ഉള്ളൂ. അപ്പൊ ഒരുപാട് നേട്ടങ്ങൾ ഈ വർഷമുണ്ട്. അപ്പൊ ഏകദേശം നമ്മൾ ഈ പെൻഡുല ജ്യോതിഷ പ്രകാരം ഈ വ്യാഴമാറ്റത്തില് അശ്വതി മുതൽ രേവതി വരെയുള്ള നക്ഷത്രങ്ങളുടെ ഫലം പറഞ്ഞു തീർന്നിരിക്കുകയാണ്. ഇതിനകത്ത് വളരെ പോസിറ്റീവായിട്ട് മാത്രം പറയാൻ ഞാൻ മാക്സിമം ശ്രമിച്ചിട്ടുണ്ട്. കുറച്ചൊക്കെ ഞാൻ നെഗറ്റീവിനെ എല്ലാം അങ്ങ് വിഴുങ്ങിയിട്ടുണ്ട്. അത് ഒരുപക്ഷെ എന്നിലും നന്നായിട്ട് നിങ്ങൾക്ക് കേൾക്കുന്ന ഓരോരുത്തർക്കും അത് ജ്യോതിഷം അറിയാവുന്നത് കൊണ്ട് തന്നെ അത് മനസ്സിലായിട്ടും ഉണ്ടാവാം. കാരണം ഒരു ഫലം കേൾക്കുമ്പോൾ അതിൽ നെഗറ്റീവ് പറഞ്ഞിട്ട് നിങ്ങളുടെ മനസ്സിനെ ഒന്നും കൂടി മൈൻഡിനെ വിഷമിപ്പിക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് മാക്സിമം ഞാൻ പോസിറ്റീവ് തിങ്കിങ് തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. നിങ്ങളും ആ രീതിയിൽ ചിന്തിച്ചാൽ നമുക്ക് കിട്ടുന്ന ഫലം ആ പോസിറ്റീവ് മാത്രമാവും എന്ന് നമ്മൾ ചിന്തിക്കുക. ഈ എനർജി എന്ന് പറയുന്ന നെഗറ്റീവും പോസിറ്റീവും തുല്യമാണ്. അപ്പൊ നമ്മൾ പോസിറ്റീവായിട്ട് ചിന്തിച്ചാൽ നമ്മളിലേക്ക് വരുന്നത് എപ്പോഴും പോസിറ്റീവും, നമ്മൾ നെഗറ്റീവായിട്ട് ചിന്തിച്ചാൽ നമ്മളിലേക്ക് വരുന്നത് എപ്പോഴും നെഗറ്റീവ് ആവും. അപ്പൊ നമ്മൾ കേൾക്കുന്ന കാര്യങ്ങൾ പോസിറ്റീവ് ആണെങ്കിൽ ആ പോസിറ്റീവിന്റെ എനർജിയാണ് നമ്മൾ നിൽക്കുക. അപ്പൊ നമുക്ക് എന്തെങ്കിലും ഒരു കാര്യം വന്നാലും അതിനെയൊക്കെ സില്ലി ആയിട്ട് അങ്ങോട്ട് മാറ്റിവിടാൻ നമുക്ക് സാധിക്കും. അതേ ഞാൻ ഇതിനകത്ത് അർത്ഥാക്കിയിട്ടുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ പോസിറ്റീവായ ഫലങ്ങൾ മാത്രം പറഞ്ഞത്. കാരണം ഞാനിപ്പോൾ ഇത് പറയുമ്പോൾ നാളെ ചോദിക്കും അതെന്താ അങ്ങനെ പറഞ്ഞത്, നെഗറ്റീവും കൂടി പറയേണ്ടിയിരുന്നില്ലേ എന്ന് ചോദിക്കും. അതിനാണ് ഞാൻ പറഞ്ഞത്. നമ്മൾ പോസിറ്റീവ് മാത്രം ചിന്തിക്കുമ്പോൾ ആ പോസിറ്റീവായ ഫലങ്ങളാവും കൂടുതൽ നമ്മളിലേക്ക് വരിക. എന്ന് കരുതി ഞാൻ ഒട്ടും പറയാതിരുന്നിട്ടില്ല, ഞാൻ പറഞ്ഞിട്ടുണ്ട്. അത് എന്താ പറയാ, എങ്ങും ഒരു ഇത് വിഷമം വരാത്ത രീതിയിൽ ഞാൻ പറഞ്ഞു ഒപ്പിച്ചിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് ഇതിനകത്ത് പോസിറ്റീവായ ഫലങ്ങൾ മാത്രമേ ഉള്ളൂ. വ്യാഴം ഇത്ര ഇതിലല്ലേ അല്ലെ ഇന്നതിലല്ലേ നിൽക്കുന്നത്, നിങ്ങൾ എന്താ ഇങ്ങനെ പറഞ്ഞത് എന്നൊക്കെ ചോദിച്ചാൽ അതിന് കൃത്യമായ സൊല്യൂഷൻ ഇതാണ്. കേൾക്കുന്നവരെല്ലാം ഒരേ മൈൻഡ് ഉള്ളവരായിരിക്കില്ല. എല്ലാവർക്കും ഒരേ മാനസിക അവസ്ഥയാവില്ല. ജീവിതത്തിൽ ഒരു അവസ്ഥയും മുന്നോട്ട് പോകാനില്ലാതെ കണ്ട് ഒരുപാട് വിഷമിച്ച് സങ്കടപ്പെട്ട് എന്തെങ്കിലും ഒരു വഴി ലൈഫിൽ ഇനി മുന്നിലുണ്ടോ എന്ന് ചിന്തിക്കുന്നവരും ഈ ജ്യോതിഷം വീക്ഷിക്കുന്നുണ്ടാവും. എൻ്റെ ജ്യോതിഷം അവർക്ക് വേണ്ടിയിട്ടാണ്. കാരണം ഒരിക്കലും ജീവിതത്തെ നെഗറ്റീവായിട്ട് കാണാതിരിക്കുക, പോസിറ്റീവായിട്ട് മാത്രം നമ്മൾ ചിന്തിക്കുക, പോസിറ്റീവായിട്ട് മാത്രം നമ്മൾ മുന്നോട്ട് പോവുക. അപ്പോൾ ഉറപ്പായിട്ടും നമുക്ക് ലൈഫിൽ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ നമ്മളെ തേടിയെത്തുകയും നമുക്ക് ലൈഫിൽ വിജയിക്കാൻ സാധിക്കുകയും ചെയ്യും. അതാണ് എൻ്റെ ഫോർമുല. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞിരിക്കുന്നത്. പിന്നെ ഒത്തിരി പേര് ചോദിച്ചു, മെയ് 1 വ്യാഴം മാറി, 2 തീയതി വിളിച്ചിട്ട് എന്താണ് മാറ്റമൊന്നും കിട്ടണില്ല, രാവിലെ തൊട്ട് ഞാനിവിടെ നോക്കിയിരിക്കുകയാണ്. അങ്ങനെ നോക്കിയിരിക്കുന്നവരവിടെ നോക്കിയിരിക്കത്തേ ഉള്ളൂ. കാരണം ഇത് KSBയുടെ കണക്ഷൻ പോലെ ഇവിടുന്ന് നേരെ വ്യാഴത്തിലേക്ക് ലൈൻ വലിച്ചിട്ട് നേരെ അവിടുന്ന് വ്യാഴം നൂലിലിറങ്ങി വരുന്നൊന്നുമില്ല. അതിനു വേണ്ടിയിട്ട് നമ്മൾ കഠിന അധ്വാനവും നല്ല സഹനശക്തിയുള്ള മനസ്സോടുകൂടി പരിശ്രമിച്ചെങ്കിൽ മാത്രമാണ് നമുക്ക് അത് ഫലം അനുഭവമാവുള്ളൂ. ഒരേ നക്ഷത്രത്തിലുള്ള ഇപ്പൊ ഒരു അശ്വതി നക്ഷത്രത്തിൽ തന്നെ 1,00,000 പേരോ അല്ലായിരിക്കില്ല, എത്രയോ പേർക്ക് കാണുന്നവർക്കെല്ലാം ഒരേ ഇതാണോ? അപ്പൊ നമ്മുടെ ജീവിത സാഹചര്യങ്ങള്, വിദ്യാഭ്യാസം, തൊഴില്, നമ്മുടെ സംസ്കാരം, നമ്മുടെ പ്രവൃത്തി, നമ്മുടെ കുലം, നമ്മുടെ കുലമഹിമ എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്വഭാവശുദ്ധി എല്ലാം ആശ്രയിച്ചായിരിക്കും നമ്മളിലേക്ക് വരുന്ന ഫലങ്ങളിരിക്കുക, അല്ലെ? അല്ലാതെ വ്യാഴം മാറി ഞാൻ ഇവിടെ കയറി ഇങ്ങനെ അങ്ങ് ഇരിക്കാം, ഇതിലെയാ വരുന്നതെന്ന് നോക്കി എല്ലാ വാതിലിനും നോക്കി ഇരുന്നിട്ട് കാര്യമൊന്നുമില്ല. വ്യാഴത്തിന്റെ വഴിക്ക് പോകും. അപ്പൊ വ്യാഴത്തിന്റെ ഒരു ഗ്രഹത്തിന്റെ അനുകൂലമായ തരംഗങ്ങൾ നമ്മളിലേക്ക് വരണമെങ്കിൽ, അല്ലെങ്കിൽ ആ അനുകൂലമായ എനർജി നമ്മളിലേക്ക് വരണമെങ്കിൽ നമ്മളും എങ്ങനെ ഇരിക്കണം? പോസിറ്റീവായിട്ടിരിക്കണം. അങ്ങനെയുള്ളവർക്ക് ആ വ്യാഴമാറ്റത്തിന്റെ ഫലം കിട്ടും. ഇത് 2 തീയതി മുതൽ എന്നെ വിളിക്കുന്നുണ്ട് ആൾക്കാർ, എന്താണ് ഫലം വരാത്തത്, എന്താണ് ഫലം വരാത്തത്?
അവർക്കുള്ള റിപ്ലൈ ആണിത്. അപ്പൊ അതുകൊണ്ട് എല്ലാവരും, പിന്നെ എൻ്റെ കയ്യിലാണ് വ്യാഴം ഇരുന്നതെങ്കിൽ ഞാനത് എല്ലാവർക്കും ഫലം തന്നേനെ, എല്ലാവരും വിളിച്ചല്ലോ അങ്ങോട്ട് പോകും ഇങ്ങോട്ട് പോകും എന്നൊക്കെ പറയാമായിരുന്നു. പക്ഷെ എന്ത് ചെയ്യാൻ, ഒരു പിടിപാടുമില്ല, എനിക്ക് കശിനെ പരിചയമേ ഇല്ല. അതുകൊണ്ട് ഒരു റെക്കമെൻഡേഷൻ നമുക്ക് നടത്താൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് ഇത്രയും സമയം എന്നോടൊത്ത് വൃന്ദാവനത്തിൽ സഞ്ചരിച്ച നിങ്ങൾക്ക് ഏവർക്കും സ്നേഹത്തിന്റെ ഭാഷയിൽ നന്ദി, നമസ്കാരം.